മോനെ ഒരു ഗ്രാമം സിനിമക്ക് വേണ്ടിയിട്ട ആർട്ട് വർക്കാണിത്. നിങ്ങളാരും ഇതുവരെ കാണാത്ത ഒരു ഗ്രാമം. ഇത് ജിഗർദണ്ഡ എന്നൊരു സിനിമയിൽ കൊടൈക്കനാൽ വെച്ചിട്ട് ഷൂട്ടിന് വേണ്ടി സെറ്റിട്ട ഒരു ഗ്രാമമാണ്. ഇവിടെ ഡെയിലി ഓരോ ഷൂട്ടിംഗ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. കാരണം ഇവിടെയുള്ള ഗ്രാമത്തിൽ ഒരുപാട് ലോക്കൽ മാനേജേഴ്സ് ഇങ്ങനെ ലൊക്കേഷൻ കാണിച്ചു കൊടുക്കല്, പ്രൊഡക്ഷൻസ് സഹായിച്ചു കൊടുക്കല്, ഇതൊക്കെയാണ് ഇവരെ മെയിൻ ജോലി. എൻ്റെ പൊന്നോ, ഒരു റിയലിസ്റ്റിക് ആയ ഒരു ഗ്രാമം. ഇത് നോക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കൂടെ. ആ ഡയറക്ടർ സല്യൂട്ട്. ഇത് ഭംഗി അറിയാം. ഈ 2 കൊല്ലം മഴ കൊണ്ട് ഈ നശിച്ചു പോയിട്ടും ഇത് കാണാൻ ഇത്ര ഭംഗിയാണെങ്കിൽ ആ ഒരു സമയം കാണാൻ എന്ത് ഭംഗിയായിരിക്കും. ഈ ഒരു വാളൊക്കെ നോക്കിയേ, കല്ല് വെച്ചുണ്ടാക്കിയ ടെക്സ്ചർ. പൊന്നോ, ഇത് ഇത്രയും കാലം മഴയും വെയിലും കൊണ്ടിട്ടാണ് ഈ അവസ്ഥ. വെയിലെല്ലാം നോക്കിയേ പണ്ടത്തെ സിനിമയിൽ. നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റൂല, കാരണം പ്ലൈവുഡെല്ലാം വെള്ളം കുടിച്ച് പണിയായി. ഒരു കട്ടിലി, മറ്റേ അമ്മിക്കല്ല്, മറ്റേ ഇതിൻ്റെ പേരെന്തേലും ഇങ്ങനെ കുത്തുന്ന ദൈവമേ. ആനപ്പിണ്ടുണ്ട്, ആന വരുന്ന സ്ഥലമാണ് പോലും. ഇതൊരു മലേൻ്റെ മുകളിലാണ് ഈ സെറ്റപ്പ്. ഉള്ളിലൊന്നും പോകാൻ പറ്റൂല, കാരണം ചുറ്റും കാർബോർഡ് വെച്ച് മഴ നനഞ്ഞ് ഹലാക്കായി. 2 വർഷമായി സെറ്റ്. സ്റ്റക്കായി. ഇത് ഇവർക്ക് വേണ്ടിയിട്ട് ഒരു യൂറോപ്യൻ ബാത്റൂം അവിടെ വെച്ചിട്ടുണ്ട്. അത് ഇവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, ഷൂട്ടിന് ടീമിന്, ഡയറക്ടേഴ്സിനും ആർട്ടിസ്റ്റിനും ഒക്കെ. എൻ്റെ പൊന്നെന്ത് ഭംഗിയാതല്ലേ, റിയലിസ്റ്റിക്. ആർട്ട് ഡയറക്ടറെ സമ്മതിച്ചു. ഇത്രയും മഴയും വെയിലും കൊണ്ടിട്ട് 2 വർഷം കഴിഞ്ഞിട്ടും ഇതിന് ഈ ഭംഗിയുണ്ടെങ്കിൽ അയ്യോ, ആ ഒരു സമയം ഒന്ന് കാണേനു. എത്രയോ വർഷങ്ങൾക്ക് മുന്നിലെത്തിയ പോലെ ഒരു ഫീലിംഗ്. ആ സിനിമയിൽ എന്ത് ഭംഗിയായിരുന്നല്ലേ. ഈ സിനിമ കാണുമ്പോൾ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഇത്ര വലിയ സെറ്റ് ഞാൻ കാണും. ഞാൻ കൊടൈക്കനാൽ മറ്റൊരു ഷൂട്ടിന് വന്നതാണ്, അപ്പോഴാണ് ഇത് ഫുള്ളായിട്ട് കണ്ടത്. ആ കല്ലും മാലയും ഇതൊക്കെ നോക്കിയേ. ഈ വാളിൽ കല്ല് വെച്ചിട്ട് ടെക്സ്ചർ ഉണ്ടാക്കി. ഇതൊരു ഓല പായില്ലേ, അത് വെച്ച് അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റർ പാരീസ് ആക്കിയിട്ടായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവും. ആയിക്കൂടാണോ എന്നറിയില്ല, ആയിക്കൂടാണ്. വെള്ളത്തിൻ്റെ കുടിക്കുന്ന സെറ്റപ്പ് നോക്കിയാൽ പാവപ്പെട്ടവൻ്റെ കൂടിൽ
ഇവിടുന്ന് രക്ഷയില്ലാത്ത വ്യൂ ആയി ജനലോട്ട് നോക്കാൻ.